ഓർമ്മയ്ക്കായി ഭാഗം 126. സിന്ദൂര ചുവപ്പ് ഇപ്പോഴും അവളുടെ സീമന്തരേഖയിലും നെറ്റിയിലും എല്ലാം പടർന്നിട്ടുണ്ട്. മുഖവും ചുണ്ടുകളിലും എല്ലാം ചുവപ്പ്. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. തണുക്കുന്നുണ്ടല്ലേ? റൂമിലേക്ക് പോകാം, അവൻ ചോദിച്ചു. എൻ്റെ തണുപ്പ് മാറ്റാൻ എൻ്റെ അഗ്നിയുള്ളപ്പോൾ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? അവൾ പറഞ്ഞു. ഇനിയും വേണോ? അവൻ ചോദിച്ചതും അവൾ മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചുകൊണ്ട് അമർത്തിക്കടിച്ചു. വീണ്ടും ഒരു പ്രണയ വീഴ്ചയ്ക്ക് തുടക്കമാവുകയായിരുന്നു അവിടെ. രാവിലെ അപ്പവും അമ്മവും ആൽഫിയെയും അഗ്നിയെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. അമ്പലത്തിൽ പോകാനായി. ഒരുപാട് തവണ വിളിച്ചിട്ടാണ് രണ്ടും എഴുന്നേറ്റ് വന്നത്. അഗ്നി വീണ്ടും പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടാൻ പോയതും അപ്പു ബ്ലാങ്കറ്റ് വലിച്ചു മാറ്റി. പെട്ടെന്ന് തന്നെ അവൾ ബ്ലാങ്കറ്റ് അവൻ്റെ ദേഹത്തേക്കിട്ടു. അഗ്നി തല ഉയർത്തി. വല്ല കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല, കണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ കാണാത്തതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, അവൻ പറഞ്ഞുകൊണ്ട് ബ്ലാങ്കറ്റ് വലിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ മലർന്നു കിടന്നു. എൻ്റെ ദേഷ്യം പിടിപ്പിക്കല്ലേ ദേവേട്ടാ, രാവിലെ തന്നെ വഷളത്തരം പറയുന്ന നോക്കിക്കേ, അവൾ പറഞ്ഞതും അയ്യടാ, വഷളത്തരോ? ആര് വഷളത്തരം പറഞ്ഞു? ഞാനോ? അല്ല, അതിന് മാത്രം ഞാൻ പറഞ്ഞതിൽ എന്ത് വഷളത്തരം ഉള്ളത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. നമുക്ക് അമ്പലത്തിൽ പോകാം. അപ്പോൾ പറഞ്ഞതും അമ്പലത്തിലോ? ഇത്ര രാവിലെയോ? വൈകിട്ട് പോകാം, അവൻ പറഞ്ഞു. പറ്റില്ല, ഒരുപാട് ദൂരമല്ല, നമ്മുടെ താഴെയുള്ള കുടുംബക്ഷേത്രത്തിൽ പോകാനാ, അവൾ പറഞ്ഞു. ആണോ? ഇവിടെയാണോ? ഇവിടെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാലോ. നമുക്ക് വൈകിട്ട് പോകാം. എനിക്ക് വയ്യ, എനിക്ക് ഉറങ്ങണം, അവൻ പറഞ്ഞതും എന്ത് വയ്യാന്നാ? ഞാനും അഗ്നയുടെ പോലെ തന്നെ അല്ലായിരുന്നോ? ഞാൻ രാവിലെ എഴുന്നേറ്റല്ലോ, അവൾ പറഞ്ഞു. എന്നെപ്പോലെ ആയിരുന്നോ? കൂടുതൽ അധ്വാനിച്ചത് ഞാനാ, കഷ്ടപ്പെട്ടത് ഞാനാ. എല്ലാത്തിനും തുടക്കം കുറിച്ച് മനുഷ്യനെ കൊതിപ്പിക്കും. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടുമോ? അവൻ ചരിഞ്ഞു കിടന്നുകൊണ്ട് കൈത്തലത്തിൽ തല ഊന്നിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോൾ അതൊന്നും പറയാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് വേഗം ഫ്രഷായിട്ട് വാ, ഇടാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു വയ്ക്കാം, അവൾ പറഞ്ഞു. അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത്. ബ്ലൂ കര വരുന്ന സെറ്റുമുണ്ടും ബ്ലൂ കളർ ബ്ലൗസുമാണ് അവളുടെ വേഷം. കൊള്ളാലോ, രാവിലെ തന്നെ മനുഷ്യൻ്റെ കൺട്രോൾ കളയാനായിട്ട് ഇറങ്ങിയേക്കവള്, അഗ്നി പറഞ്ഞു. പ്ലീസ് അഗ്നിയേട്ടാ, അവിടെ അമ്മവും ആൽഫിച്ചാനും എല്ലാവരും റെഡിയായി, വേഗം വാ, അവൾ പറഞ്ഞത് കേട്ടതും അവൻ ബെഡിൽ നിന്നും ബ്ലാങ്കറ്റ് മാറ്റി എഴുന്നേറ്റതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണു പൊത്തി. അയ്യേ, ഒരു നാണമില്ല ഈ ദേവേട്ടന്, അവൾ പറഞ്ഞതും പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. അവൻ പോകുന്നത് ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. അമ്മു ആൽഫിയുടെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ബാത്ത് ടവൽ മാത്രം ഉടുത്തുകൊണ്ട് ആൽഫി അവളുടെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇച്ചായ, എൻ്റെ ഡ്രസ്സ് നനയും, അവൾ ഉടുത്തിരുന്ന ബ്ലൂ കരയുള്ള സെറ്റും മുണ്ടിൻ്റെയും ഉള്ളിലൂടെ അവളുടെ ശരീരത്തിലേക്ക് നനവറിഞ്ഞതും അവൾ പറഞ്ഞു. അത് സാരമില്ല, പണ്ടൊക്കെ അമ്പലത്തിൽ കുളിച്ച് ഈറനോടെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നതല്ലേ, അതുകൊണ്ട് ഇത് കാര്യാക്കണ്ട, ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് നിൽക്കുകയാണ്. താടി അവളുടെ ഷോൾഡറിൽ കുത്തി ഇടയ്ക്ക് കവിളിൽ ചുംബിക്കുന്നുമുണ്ട്. അമ്മു അയൺ ചെയ്ത് കഴിയുന്നത് വരെ അവൻ അങ്ങനെ തന്നെ നിന്നു. ബ്ലൂ കളർ ഷർട്ടും ബ്ലൂ കര വരുന്ന മുണ്ടും തന്നെയാണ് അവൾ ആൽഫിക്ക് എടുത്തത്. അയൺ ചെയ്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് മുടി ചീകിക്കൊണ്ട് നിൽക്കുന്ന ആൽഫിയുടെ മുന്നിൽ നിന്നും മുടി കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മു. ആൽഫി ഇടയ്ക്കിടെ അമ്മുവിനെ നോക്കുന്നുണ്ട്. നെറ്റിയിൽ പൊട്ടും കണ്ണു എഴുതി കഴുത്തിലെ താലിമാലകൾ നേരെയിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കുന്ന അവളെ ആൽഫി നോക്കി. അവൾ കണ്ണാടിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന കുങ്കുമച്ചെപ്പ് കയ്യിലെടുത്തുകൊണ്ട് ആൽഫിക്ക് നേരെ തിരിഞ്ഞു. ആൽഫി പുഞ്ചിരിയോടെ അത് തുറന്നു. കുങ്കുമം അവൻ്റെ വിരലിൽ എടുത്തുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കുങ്കുമച്ചെപ്പ് ടേബിളിലേക്ക് വെച്ചു. പിന്നെ അവളെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി? എൻ്റെ കൊച്ച് ലിപ്സ്റ്റിക് ഒന്നും ഇടുന്നില്ലേ? അവൻ ചോദിച്ചതും അവൻ്റെ മുഖത്തേക്ക് നോക്കി.
കുറച്ച് വേണമെങ്കിൽ ഇട്ടോ കൊച്ചേ, അല്ലെങ്കിൽ ചുണ്ടു പൊട്ടിയിരിക്കുന്നത് എല്ലാവരും കാണും. ആൽഫി പറഞ്ഞതും അവൾ അവൻ്റെ വയറിലായി ഒന്ന് നുള്ളി. അവൻ അവൻ്റെ തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ ഒന്ന് തടവി. തൊലി പോയല്ലോ, അവൻ ചോദിച്ചു. അതിന് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രമാണ് ചെയ്തത്. അത് സാരമില്ല, ഇനി ശീലമായിക്കോളും, അവൻ പതിയെ പറഞ്ഞു. അതെ, എൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എൻ്റെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കട്ടി മീശയും മറ്റുള്ളത് കൊണ്ട് എൻ്റെ മുറിവ് അറിയാത്തതാണ്, അവൻ പറഞ്ഞു. അമ്മുവിൻ്റെ വിരലുകളും അവൻ്റെ ചുണ്ടിൽ പതിയെ തലോടി. അവളെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട്, രാവിലെ തന്നെ പണി ഇരന്ന് വാങ്ങല്ലേ കൊച്ചേ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു. വൈകുന്നേരം വരെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാനാണ് കരുതിയത്. ഞാൻ സമ്മതിക്കില്ല അല്ലേ, ആൽഫി ചോദിച്ചു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു. നല്ല സുന്ദരിയാണ് കേട്ടോ എൻ്റെ കൊച്ചിനെ കാണാൻ, ആൽഫി വീണ്ടും പറഞ്ഞു. അതെ അമ്മു, നമുക്ക് മാണിക്യത്താന്മാരുടെ ക്ഷേത്രത്തിൽ ഒന്ന് പോയാലോ, ആൽഫി ചോദിച്ചതും അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി, ഇന്ന് അങ്ങോട്ട് പോകണമെന്ന് നിർബന്ധമാണോ? പിന്നെ വേണം, നമുക്ക് പോകാം. അറിയാലോ, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വിഷുവാണ്. വിഷു സമയത്ത് അമ്പലത്തിൽ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ എന്നെ ജഗദീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആൻസിയും നമ്മുടെ എൽദോയുടെയും കേശവിൻ്റെയും പെങ്കൊച്ചുങ്ങൾ, അവരെയും വിളിച്ചിട്ടുണ്ട്. അവരും അവിടെ ഉണ്ടാകും. എൻ്റെ കൊച്ച് പേടിച്ചല്ലേ എപ്പോഴും അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. ഇന്നു മുതൽ പേടി കൂടാതെ നിങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ എവിടെ വേണമെങ്കിലും വരാലോ. അതുകൊണ്ട് ഇത്രയും നാളുണ്ടായിരുന്ന ആ ജയിൽവാസം അവസാനിപ്പിക്കാൻ നമുക്ക്. സ്വാതന്ത്ര്യമായിട്ട് എൻ്റെ പെണ്ണും അഗ്നിയുടെ പെണ്ണും പാറിപ്പറന്ന് നടക്കുന്നത് ഞങ്ങൾക്ക് കാണണം. നിങ്ങളുടെ കൂടെ കൈ കോർത്ത് പിടിച്ചു നടക്കാൻ എനിക്കും അഗ്നിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ വിഷു കഴിഞ്ഞ് അന്ന് വൈകിട്ട് നമുക്ക് ഇവിടെ നിന്നും ഹൈദരാബാദ് പോകണം, അറിയാലോ. അതുകൊണ്ട് മാക്സിമം പോകേണ്ട അത്യാവശ്യ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വേഗം പോകണം. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരൂ. അത് പറഞ്ഞപ്പോഴേ ഇച്ഛായ ഞാൻ ഓർത്തത്, മുത്തശ്ശന് ഇന്നലെ രാത്രി തന്നെ പോയ മീറ്റിംഗ് ഇല്ലേ, അത്രയും ഇമ്പോർട്ടൻ്റായ ആ മീറ്റിംഗ് ആയിരുന്നു. അതിൽ വെച്ച് ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ താഴെ ചെന്നപ്പോൾ അമ്മയെ പറഞ്ഞത്. എന്താ, ആൽഫി ചോദിച്ചു. അത് മുത്തശ്ശൻ ബോംബെയിലാണല്ലോ, അവിടെ ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആയൊരു മീറ്റിംഗ് ആയിരുന്നു. നമുക്ക് നമ്മുടെ പുതിയ പ്ലാന്റ് തുടങ്ങുന്നതിന് ഒരുപാട് സഹായമാകും. അതിന് പോയപ്പോഴാണ് അറിയുന്നത് ഇപ്രാവശ്യത്തെ എക്സ്പ്രസ് അവാർഡ് ഈ വീട്ടിലേക്ക് വരാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞത് കേട്ടതും ആൽഫി സന്തോഷം കൊണ്ട് അവളെ എടുത്തു പൊക്കി. ഇച്ചായ, താഴെ നിർത്ത്, ഒന്ന് പോയ പെണ്ണെ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇത്രയും നല്ല സന്തോഷമുള്ളൊരു വാർത്ത കണ്ടോ? ഞങ്ങൾ 2 മരുമക്കളും വന്ന് കയറിയപ്പോൾ തന്നെ ഉള്ള ഐശ്വര്യം, ആൽഫി പറഞ്ഞു. ഇത് അഗ്നി അറിഞ്ഞോ? അറിയില്ല, ഞാനിപ്പോൾ താഴേക്ക് ചെന്നപ്പോൾ അമ്മ പറഞ്ഞതാണ്. അപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അറിയാൻ സാധ്യതയില്ല, അമ്മ പറഞ്ഞു. ആ, വന്നില്ലേ? എന്നാൽ വരാൻ പറ്റാത്ത കോലത്തിലായിരിക്കും ആ കൊച്ചിനെ അവൻ ആക്കിയിട്ടുണ്ടാവുക, ആൽഫി പറഞ്ഞുകൊണ്ട് അമ്മുവിനെ താഴെ നിർത്തി. കഴിഞ്ഞോ? എന്നാൽ നമുക്ക് താഴേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവർ താഴേക്ക് പടിക്കൽ ഇറങ്ങാൻ പോകുമ്പോഴാണ് അഗ്നിയുടെ റൂം തുറക്കുന്ന ശബ്ദം കേട്ടത്. റൂമിൽ നിന്നും അഗ്നിയും അപ്പവും പുറത്തേക്കിറങ്ങി. 2 പേരും അവരുടെ പെണ്ണുങ്ങളെ മാറി മാറി നോക്കി. ഇവർ ഇതും പറഞ്ഞൊപ്പിച്ചാണോ ഇട്ടത്? ഇതിപ്പോൾ യൂണിഫോം പോലെ ആയല്ലോ ആൽഫി, അഗ്നി പറഞ്ഞു. അതെ, നീ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞോ? നമ്മൾ പുതിയ മരുമക്കൾ വന്ന് കയറിയതിൻ്റെ സന്തോഷം കണ്ടു തുടങ്ങി. ഐശ്വര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്, അപ്പുവിനെയും അമ്മുവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താടാ, ആ മാണിക്യത്തന്മാരോ നാഥ് എബ്രഹാമോ സ്റ്റീഫൻ മാളിയേക്കലോ തട്ടിപ്പോയോ? അഗ്നി ചോദിച്ചതും രാവിലെ തന്നെ മറ്റുള്ളവരെ കൊല്ലുന്ന കാര്യം പറയാതെ അപ്പു പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ പതിയെ തല്ലി. എടാ, അതൊന്നുമല്ല, മിക്കവാറും നമ്മുടെ വീട്ടിലേക്ക് ഒരു അവാർഡ് വരാനുള്ള സാധ്യതയുണ്ട്, ആൽഫി പറഞ്ഞതും. എടാ, നീ പണി പറ്റിച്ചോ? ഇന്നലെ എല്ലാവരും അറിഞ്ഞ് വിവാഹം നടന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നീ അവാർഡൊക്കെ വാങ്ങിയ. ഇതിപ്പോൾ എല്ലാവരും അറിയില്ലേ നിങ്ങളുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണെന്നും നീ ഒട്ടും കൺട്രോളില്ലാത്തവനാണെന്നും എല്ലാവരും കരുതില്ലേ? മോശമായി പോയി ആൽഫി. എന്നാലും കുറച്ചുകൂടി കാത്തിരിക്കായിരുന്നു. ഇതിപ്പോൾ ഒരുമിച്ച് ഹണിമൂണൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുമോ? അഗ്നി ചോദിക്കുന്നത് കേട്ടതും ആൽഫിയും അമ്മുവും പരസ്പരം നോക്കി. പിന്നെ അഗ്നിയുടെ അടുത്ത് വായും തുറന്ന് നിൽക്കുന്ന അപ്പുവിനെയും നോക്കി.
ദേവേട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ അഗ്നിയോട് ചോദിച്ചതും, എൻ്റെ കൊച്ചെ, നിനക്ക് മനസ്സിലായില്ലേ? അവൻ അവാർഡ് മേടിക്കാൻ പോവാണെന്ന്. അവന് കിട്ടാനുള്ള അവാർഡ് ഏതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഒരുമിച്ച് വിവാഹം കഴിഞ്ഞതല്ലേ? ഫസ്റ്റ് അടിക്കുമ്പോൾ ആർക്കാണ് അവാർഡ് കിട്ടുക? അതവൻ കൈക്കലാക്കി. ഇതറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഞാനും ട്രൈ ചെയ്തേനെ. അഗ്നി പറഞ്ഞത് കേട്ടതും, അയ്യോ, രാവിലെ തന്നെ മണ്ടത്തരം പറയല്ലേ എൻ്റെ അഗ്നി. അതൊന്നുമല്ല, ഈ വർഷത്തെ എക്സ്പ്രസ് അവാർഡ് എങ്ങോട്ടാണ് എന്ന് തോന്നുന്നു. ആൽഫി പറഞ്ഞതും അഗ്നി അപ്പുവിനെയും അമ്മുവിനെയും നോക്കി. സത്യം? എന്നാൽ അപ്പു അത് കേട്ട ഞെട്ടലിലായിരുന്നു. അതെ, അവിടെ നിന്ന് സംസാരിക്കാതെ താഴേക്ക് വാ, വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം. താഴെ നിന്നും ചന്ദ്രശേഖരൻ്റെ ശബ്ദം കേട്ടതും, അത് സത്യം, അച്ഛനോട് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാൻ പറ്റും, വാ. ആൽഫി പറഞ്ഞതും അപ്പു അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മുവും അപ്പുവും കൂടി ആദ്യം സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെന്നു. തൊട്ടു പിറകിലായി അഗ്നിയും ആൽഫിയും ഉണ്ടായിരുന്നു. ഞാൻ സത്യമായിട്ടും വിചാരിച്ചു നീ ആ ട്രോഫി അടിച്ചു മാറ്റിയെന്ന്. അഗ്നി പറഞ്ഞതും, ഏത് ട്രോഫി? എടാ, കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? അഗ്നി പറഞ്ഞതും, തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്തായാലും ആ ട്രോഫി ഞാൻ വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ പെണ്ണിനെയും കൊണ്ട് കുറച്ച് യാത്രകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് നാൾ പ്രണയിച്ചും പരസ്പരം ശരിക്കും അറിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും ആ ട്രോഫിയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഞാനില്ല അതൊരു കോമ്പറ്റീഷനാക്കാൻ. ആൽഫി പറഞ്ഞതും, അയ്യോടാ, ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര പോകാമെന്ന് പറഞ്ഞിരുന്നു. നീ അവാർഡ് വാങ്ങിയെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂട്ടാൻ പറ്റില്ലല്ലോ എന്ന്. അതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അഗ്നി പറഞ്ഞതും ആൽഫി അവനെ നോക്കി. ഓ, സാറ് അതായിരുന്നു ഉദ്ദേശിച്ചത് അല്ലേ? എനിക്കേ മനസ്സിലായില്ല. അപ്പോഴേക്കും അവർ താഴെ എത്തിയിരുന്നു. താഴെ സോഫയിൽ അമ്മയും അച്ഛനും അവരെ കാത്തിരിക്കുകയായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വാ, എന്നിട്ടിരുന്നാൽ മതി. സോഫയിലേക്ക് ഇരിക്കാൻ പോയ ആൽഫിയെയും അഗ്നിയെയും നോക്കിക്കൊണ്ട് ചന്ദ്രശേഖർ പറഞ്ഞു. അയ്യോ, ഞാനത് മറന്നു. അവർ 4 പേരും ഒരുമിച്ച് തന്നെ വീടിന് പുറത്തേക്കിറങ്ങി. ആൽഫി അമ്മുവിൻ്റെ കയ്യിലും അഗ്നി അപ്പുവിൻ്റെ കയ്യിലും പിടിച്ച് ഒരുമിച്ചാണ് അവർ ക്ഷേത്രത്തിലേക്ക് നടന്നത്. 4 പേരും നടന്നു പോകുന്നത് നോക്കി വാതിക്കൽ തന്നെ ചന്ദ്രശേഖരനും ശ്രീവിദ്യയും നിന്നു. അവർ ഒരുമിച്ച് നടയിലേക്ക് ചെന്നു. അവിടെ നന്ദകിഷോർ ഉണ്ടായിരുന്നു. ആഹാ, വന്നല്ലോ മണവാളന്മാരും മണവാട്ടിമാരും. വാ, വന്നു നിന്ന് ദേവീനെ അനുഗ്രഹം വാങ്ങ്. നന്ദകിഷോർ പറഞ്ഞുകൊണ്ട് നടയിലേക്ക് കയറി. അമ്മുവും അപ്പുവും ഒരുമിച്ച് നിന്ന് തന്നെ തൊഴുതു. അവരുടെ 2 പേരുടെയും അടുത്ത് തന്നെ അഗ്നിയും ആൽഫിയും നിന്നു. 4 പേരും ഒരുമിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നന്ദകിഷോർ അമ്പലത്തിനകത്ത് നിന്ന് വന്നു. അവർക്ക് തീർത്ഥവും പ്രസാദവും കൊടുത്തു. കൂടെ അമ്മുവിൻ്റെയും അപ്പുവിൻ്റെയും കയ്യിലേക്ക് മുല്ലപ്പൂവും കൊടുത്തു. ദേവിക്ക് ചാർത്തിയതാണ്. 2 പേർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, ദീർഘസുമംഗലികളായിട്ടിരിക്കട്ടെ. നന്ദകിഷോർ പറഞ്ഞതും, എന്നാ പിന്നെ ഞങ്ങളെ കൂടി അനുഗ്രഹിക്ക്. അവർ ദീർഘസുമംഗലികളായിരിക്കണമെങ്കിൽ ഞങ്ങൾ വേണ്ടേ? അതുകൊണ്ട് തിരിച്ച് ഞങ്ങളെയും അനുഗ്രഹിക്ക്. ആൽഫി പറഞ്ഞതും നന്ദകിഷോർ ഒന്ന് പുഞ്ചിരിച്ചു. അവർ ദീർഘസുമംഗലികളായിട്ടിരുന്ന അത് നിങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവും ആയുസ്സും നിങ്ങൾക്കുണ്ടായാൽ അവർ ദീർഘസുമംഗലികളായിരിക്കും. ആ അനുഗ്രഹമാണ് അവർക്ക് കൊടുത്തത്. അതിലൂടെ നിങ്ങൾക്ക് നല്ല സന്തോഷവും ദീർഘായുസ്സും കിട്ടും. നന്ദകിഷോർ പറഞ്ഞു. ഞങ്ങളിനി ക്ഷേത്രത്തിലേക്കൊന്ന് പോയിട്ട് വരട്ടെ, മാണിക്യത്താന്മാരുടെ ക്ഷേത്രത്തിൽ. എന്തായാലും ഇവർ എപ്പോഴും അവിടെ ഒരുമിച്ച് പോയിട്ടില്ല, ഒളിച്ചും പാത്തൊക്കെ പോവാറ്. ഇന്ന് ഞങ്ങളുടെ 2 പേരുടെയും കൈ പിടിച്ചുകൊണ്ട് ഇവരെ കൊണ്ടുപോകാമെന്ന് കരുതി. ആൽഫി പറഞ്ഞതും, അത് നന്നായി ചായ. 4 പേരും പോയിട്ട് ദേവിയോട് പ്രാർത്ഥിക്ക്, തീർച്ചയായിട്ടും ദേവി അനുഗ്രഹിക്കും. നന്ദകിഷോർ പറഞ്ഞു. ആൽഫിയും അമ്മുവും അപ്പവും അഗ്നിയും ഒരുമിച്ച് തന്നെ തിരിച്ചു നടന്നു. അതെല്ലാം കണ്ടുകൊണ്ട് മാണിക്യത്താന്മാരുടെ വീട്ടിലെ ജനാലകളിലെല്ലാം ആളുകളുണ്ടായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.